pairing, noise cancel, valley, room. Rabbil Alameen. Salatu wassalamu ala Rasulil Ameen wa ala alihi wa ashabihi ajma'in. Amma ba'd. Ya ayyuhalladhina amanu ittaqullaha haqqa tuqatih wa la tamutunna illa wa antum muslimun. Rabbi shrah li sadri wa yassir li amri wahlul 'uqdatam min lisani yafqahu qawli. Amin ya Rabbil Alameen. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അത് നല്ല ബുദ്ധിമുട്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമായ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ സൂറത്ത് ഖാഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്ത് ഖാഫിലെ 35 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ദർസുകളിലായിട്ട് നാം വിശദീകരിച്ചു. അതിൽ പരലോകത്ത് പ്രതിഫലമായി ലഭിക്കുന്ന സ്വർഗനരകങ്ങൾ, അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളെല്ലാം പരാമർശിച്ചതിന് ശേഷം സ്വർഗത്തിലെ എല്ലാവിധ അനുഗ്രഹങ്ങളും അതുപോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടാനും സാധിക്കും എന്നീ കാര്യങ്ങളാണ് പറഞ്ഞത്. അടുത്ത ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ പരാമർശിച്ച അല്ലെങ്കിൽ ഇതുവരെ സൂറത്ത് ഖാഫിൽ പഠിപ്പിച്ച കാര്യങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള ആ കാര്യങ്ങളുടെ ഉപകാരം ലഭിക്കുന്നവർ ആരാണ്, അല്ലെങ്കിൽ ആ ഉപകാരം ലഭിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് അള്ളാഹുവിന്റെ ആധിപത്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ ഇതിൽ പരാമർശിക്കുന്നു. അള്ളാഹുവിന്റെ ആധിപത്യത്തെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ 36-ാമത്തെ ആയത്ത് ആദ്യം നമ്മൾ ആയത്തൊന്ന് വായിച്ച് അതിന്റെ അർത്ഥം പറഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് അതിന്റെ തഫ്സീറിലേക്ക് പോകാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഹും അശദ്ദു മിൻഹും ബത്ശാ ഫനഖബു ഫിൽ ബിലാദി ഹൽ മിൻ മഹീസ്. വകം അഹ്ലക്നാ ഖബ്ലഹും, കം എത്രയെത്ര ആളുകളെ, എത്രയെത്ര കൂട്ടരെ, അഹ്ലക്ന നാം നശിപ്പിച്ചു, ഖബ്ലഹും ഇവരുടെ മുമ്പ്, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട ഖുറൈശികളുടെ മുമ്പ്, മിൻ ഖർനിൻ വിഭാഗങ്ങളെ, തലമുറകളെ, ഖർന് പറഞ്ഞാൽ തലമുറകൾ, അതായത് എത്രയെത്ര തലമുറകളെ ഇവർക്ക് മുമ്പ് നാം നശിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു പറയാം. ഹും അവർ ആയിരുന്നു, അശദ്ദു മിൻഹും ഇവരെക്കാൾ, അഥവാ ഈ ഖുറൈശികളെക്കാൾ, ബത്ഷൻ, ബത്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈകൊണ്ട് പിടിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നുകൂടി മലയാളത്തിൽ പറഞ്ഞാൽ കയ്യൂക്കുള്ളവർ, അഥവാ കൂടുതൽ ശേഷി എല്ലാം കൊണ്ടും, ആരോഗ്യം കൊണ്ടാവട്ടെ സമ്പത്ത് കൊണ്ടാവട്ടെ എല്ലാം കൊണ്ടും കയ്യൂക്കുണ്ടായിരുന്നവർ. ഫനഖബു അവർ, നഖബ എന്ന് പറഞ്ഞാൽ പരിശോധിക്കുക, തേടുക എന്നുള്ള അർത്ഥമാണ്. ചികഞ്ഞു നോക്കുക എന്നെല്ലാം മലയാളത്തിൽ പറയും. ഫനഖബു ഫിൽ ബിലാദി അവരുടെ നാടുകളിൽ അവർ ചികഞ്ഞു നോക്കി, ഹൽ മിൻ മഹീസിൻ, ഹൽ മിൻ മഹീസിൻ ഉണ്ടോ, ഹൽ ഉണ്ടോ, മിൻ മഹീസ്, മഹീസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള ഒരു മാർഗം, രക്ഷപ്പെടാനുള്ള സ്ഥലം അല്ലെങ്കിൽ മാർഗം, വഴി ഉണ്ടോ. മഹീസ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം, ബൽജ് എന്നുള്ള അർത്ഥത്തിൽ രക്ഷപ്പെടാനുള്ള, അഭയം തേടാനുള്ള ഏതെങ്കിലും മാർഗം, അഥവാ ഈ നശിപ്പിക്കുമ്പോ, ശിക്ഷ ഇറങ്ങുമ്പോ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന നിലക്ക് അവർ അവരുടെ നാടുകളിൽ അവർ ചികഞ്ഞു നോക്കി, അഥവാ അവര് തഫ്സീർ വായിക്കുമ്പോൾ കൂടുതൽ പറയാം. അതാണ് അതിന്റെ അർത്ഥം, അതിന്റെ ആയത്തിന്റെ അർത്ഥം. വകം അഹ്ലക്നാ ഖബ്ലഹും മിൻ ഖർനിൻ ഇവരുടെ മുമ്പ് എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചു. ഹും അശദ്ദു മിൻഹും ബത്ശാ അവർ ഇവരെക്കാൾ കയ്യൂക്കുള്ളവരായിരുന്നു. ഫനഖബു ഫിൽ ബിലാദ് അവരവരുടെ നാടുകളിൽ ചികഞ്ഞു നോക്കി, ഹൽ മിൻ മഹീസ് എന്തെങ്കിലും രക്ഷയ്ക്കുള്ള വഴിയുണ്ടോ എന്ന നിലക്ക്, രക്ഷ പ്രാപിക്കാൻ വല്ല ഇടവുമുണ്ടോ എന്ന നിലക്ക് അവർ ചികഞ്ഞു നോക്കി. ഇതിന്റെ തഫ്സീറിൽ മുഹമ്മദ് നസീബ് അദ്ദിസാഇ റഹിമഹുല്ലാഹ് നമ്മൾ വായിക്കുന്ന തഫ്സീറുൽ വാളിഹ് എന്നുള്ള തഫ്സീറിൽ പറയുന്നു, ഐ വകം അഹ്ലക്നാ ഖബ്ലഹും അവരുടെ മുമ്പ് നാം നശിപ്പിച്ചു, ഐ ഖബ്ല ഖുറൈശിൻ ഉദ്ദേശം ഖുറൈശികൾക്ക് മുമ്പ്. വമൻ കാന അലാ സീറതിഹിം മിനൽ മുകദ്ദിബീൻ ഇവരെ പോലെ, അഥവാ ഈ ഖുറൈശികളെ പോലെ ഇവരുടെ മുമ്പ് ചരിത്രത്തിൽ കളവാക്കിയിരുന്ന ആളുകൾ, ആ ആളുകളെ എല്ലാം നാം നശിപ്പിച്ചു എന്ന് പറയാണ്. മിൻ ഖർനിൻ, മിൻ ഖർന് പറഞ്ഞാൽ ഐ മിൻ ഉമ്മത്തിൻ തലമുറകളെ, ഗോത്രങ്ങളെ, വിഭാഗങ്ങളെ എന്നുള്ള അർത്ഥത്തിൽ ഓരോ തലമുറകളെ.
അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖുറൈശികളിലേക്ക് നിയോഗിക്കുന്നതിന് മുമ്പ് ഒരുപാട് സമൂഹങ്ങളിലേക്ക് ഒരുപാട് നബിമാർ അയക്കപ്പെട്ടിട്ടുണ്ട്. ആദ്, സമൂദ് ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പിന്നെ സ്വാലിഹ് നബി, ഷുഐബ് നബി, ഹൂദ് നബി, അതുപോലെ മദിയൻ പ്രദേശം, അതുപോലെ നബിമാർ നമ്മൾ ഈ സൂറത്തിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ വിഭാഗങ്ങളും ഗോത്രങ്ങളും ഒക്കെ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട നബിമാരെ പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ തലമുറകളെ കുറിച്ച് ഖുറൈശികൾക്ക് അറിയാം. സമൂദ് ഗോത്രത്തിന്റെ ചരിത്രം അറിയാം, ആദ് ഗോത്രത്തിന്റെ ചരിത്രം അറിയാം, ലൂത്ത് നബിയുടെ സമൂഹത്തിന്റെ ചരിത്രം അറിയാം. അവർ ഷാമും അതുപോലെ തന്നെ പേർഷ്യയും വ്യത്യസ്ത പ്രദേശങ്ങളിലേക്ക് കച്ചവടാർത്ഥം പോകുന്നവരാണ്. ഈ സ്ഥലങ്ങളൊക്കെ ഇവർ പോകുന്ന വഴികളുള്ളതാണ്. അപ്പൊ ആ സ്ഥലത്തെത്തിയാൽ ഇവിടെ എന്റെ ചരിത്രമുണ്ട് എന്ന് അവരുടെ പിതാക്കന്മാർ പറഞ്ഞിട്ട് അവരുടെ കുട്ടികൾക്ക് വരെ അതൊരു കഥ പോലെ അറിയുന്ന ചരിത്രങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളവരെല്ലാം നശിപ്പിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, ഹും അശദ്ദു മിൻഹും ബത്ഷൻ, അവർ അഥവാ മുൻകഴിഞ്ഞു പോയ ആ വിഭാഗങ്ങൾ ഇവരെക്കാൾ കയ്യൂക്കുള്ളവരായിരുന്നു, ഖുറൈശികളെക്കാൾ. ഐകാനു അക്സറ അദദൻ വഖുവ്വതൻ, അവർ ആയിരുന്നു ഇവരെക്കാൾ എണ്ണത്തിലും ശക്തിയിലും കൂടുതലായിട്ടുള്ളവർ. എണ്ണത്തിലും ശക്തിയിലും, അതായത് മനുഷ്യരുടെ രൂപം തന്നെ, വലുപ്പം തന്നെ കുറഞ്ഞു വന്നു എന്നാണ് പറയുന്നത്. അത് മനുഷ്യരെ മാത്രമല്ല, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് ദാവൂദ് ദവായിലെല്ലാം പറയുന്നത് കായ്ക്കനികളുടെ പോലും വലിപ്പം എന്തായിട്ടുണ്ട്, മനുഷ്യരുടെ പാപങ്ങൾ കാരണത്താൽ കാലദൈർഘ്യത്തിൽ വലിപ്പം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ ധാരാളം മാറ്റങ്ങൾ മനുഷ്യന് വന്നിട്ടുണ്ട്. അപ്പോൾ മനുഷ്യൻ ആദ്യകാലത്ത് വളരെയധികം വലിപ്പവും ശക്തിയും ആരോഗ്യവും ശേഷിയും അതുപോലെ കായികനികളിൽ വലിയ ബറക്കത്തും എല്ലാം ഉണ്ടായിരുന്നതാണ്. ഇനി അവസാന കാലത്ത് മുസ്ലിമീങ്ങൾ മാത്രമാകുന്ന ഏറ്റവും നല്ല കാലഘട്ടത്തിൽ അതുപോലുള്ള ബറക്കത്ത് വർദ്ധിക്കുകയും ചെയ്യും. ഒരൊറ്റ പാലിൽ നിന്ന് അല്ലെങ്കിൽ ഒരു അകിടിൽ നിന്ന് കറന്നു കിട്ടുന്ന പാലിൽ നിന്ന് ഒരു കുടുംബം മൊത്തം വിശപ്പകറ്റുന്ന അവസ്ഥ, അതുപോലെ ഒരു അനാറിന്റെ തോടിൽ ആളുകൾക്ക് താമസിക്കാൻ മാത്രം പറ്റുന്ന, തണൽ ലഭിക്കുന്ന മാത്രം വലിപ്പമുള്ള അവസ്ഥ, അങ്ങനെയൊക്കെ വരും എന്ന് ഹദീസുകൾ വന്നിട്ടുണ്ട് അവസാന നാളുകളിൽ. അപ്പോൾ ഈ ആളുകളെ പറ്റി പറയുകയാണ്, അവർ കാനു അസ്സറ അദദൻ വഖുവ്വതൻ, ഈ ഖുറൈശികളെക്കാൾ എണ്ണത്തിലും ശക്തിയിലും വലിയ ആളുകളായിരുന്നു. ഫനഖബു ഫിൽ ബിലാദ്, അവർ അവരുടെ നാടുകളിൽ ചികഞ്ഞു നോക്കി. ഐ ത്വാഫൂഹ, അവർ ത്വാഫ എന്ന് പറഞ്ഞാൽ ചുറ്റുക എന്നുള്ളതാണ്, അവരെ കറങ്ങി നടന്നു. മുനഖിബീന അനിൽ അർസാഖ് അക്സർ മിൻകും, നിങ്ങളെക്കാൾ അവർക്ക് ലഭിച്ച റിസ്കുകളിൽ അവർ എന്ത് ചെയ്തു, അവർ ചികഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു രക്ഷപ്പെടാനുള്ള മാർഗം. അതായത് ഈ ശിക്ഷ ലഭിക്കുമ്പോ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിയ കോട്ടകൾ കെട്ടി, മരവൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ചു, അല്ലെങ്കിൽ അത് മുഖേന അവരുടെ വിഭവങ്ങൾ മുഖേന രക്ഷപ്പെടാൻ മാർഗമുണ്ടോ, അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ നോക്കിയിരുന്നു. അതായത് അവർക്ക് ലഭിച്ച റിസ്കുകളിൽ നിന്ന് അവർ രക്ഷപ്പെടാനുള്ള മാർഗം, അല്ലെങ്കിൽ ശിക്ഷ വരുമ്പോൾ എങ്ങനെയെങ്കിലും ഓടി രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നുള്ളത് അവർ ഓടി നടന്ന് പരതി നോക്കുകയായിരുന്നു എന്നാണ് ഇവിടെ അല്ലാഹു തആല ഉദ്ദേശിച്ചത്, അല്ലാഹു തആല പറഞ്ഞിട്ടുള്ളത്. ഹൽമിൻ മഹീസ്, അവരെന്താണ് ചികഞ്ഞു നോക്കിയത്, എന്താണ് അവർ അന്വേഷിച്ചത്? മഹീസ് ഉണ്ടോ? മഹീസ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടാനുള്ള, ഓടി രക്ഷപ്പെടാനുള്ള ഒരു മാർഗം. ഐ ഹൽ മിൻ മഫറിൻ ലഹും മിൻ ഖവാഇല്ലാഹി വഖദ്രിഹി, അള്ളാഹുവിന്റെ വിധിയിൽ നിന്ന്, അള്ളാഹുവിന്റെ തീരുമാനത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നവർ തേടി തിരഞ്ഞു നോക്കി. എന്നിട്ട് പറയാണ്, എന്നിട്ട് ഖുറൈശികളോട് പറയാൻ, നിങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനോ ഓടി അകലാനോ ഒന്നും സാധിക്കുകയില്ല, നിങ്ങൾക്കൊരു മാർഗവും ഇല്ല എന്ന് പറയാൻ. അപ്പോ മുമ്പുള്ള ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സൂറത്ത് ഖാഫിൽ നബിമാരുടെ വിശ്വാസം, അതുപോലെ മുൻഗാമികളുടെ ചരിത്രം, മരണം, പരലോകം, ഉയർത്തെഴുന്നേൽപ്പ്, വിചാരണ, സ്വർഗം, നരകം, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു പറയാണ്, ഇതൊക്കെ അറിയിച്ചു കൊടുത്ത മുമ്പുള്ള സമൂഹങ്ങൾ ഇതിനെ ധിക്കരിച്ചപ്പോൾ അവരെ നശിപ്പിച്ചിട്ടുണ്ട്. അവരുടെ സമ്പത്തോ ശേഷിയോ കയ്യൂക്കോ ഒന്നും തന്നെ അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. ഇനിയുള്ള ആയത്ത് 37-ാമത്തെ ആയത്ത് ഈ സൂറത്തിലെ എന്തെല്ലാം കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഖുർആൻ തന്നെ ഒരാൾക്ക് യഥാർത്ഥത്തിൽ ഉപകരിക്കണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ഒരാൾക്ക് ഖുർആൻ കൊണ്ട് നേട്ടമുണ്ടാകണമെങ്കിൽ, അല്ലെങ്കിൽ ഖുർആനിന്റെ വഅദ് കൊണ്ട്, ഖുർആനിന്റെ ഉപദേശം കൊണ്ട് എന്തെങ്കിലും ഉപകാരം ലഭിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുന്ന ആയത്താണ് 37-ാമത്തെ ആയത്ത്. ആദ്യം ആയത്തിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദീകരിക്കാം. إن في ذلك لذكرى لمن كان له قلب أو ألقى السمع وهو شهيد. إن في ذلك,
അതിൽ ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞ സൂറത്ത് ഖാഫിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സൂറത്ത് ഖാഫിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഖുർആനെ നോക്കുകയാണെങ്കിൽ ഖുർആനിൽ, അല്ലെങ്കിൽ ദീനെ നോക്കുകയാണെങ്കിൽ ദീനിൽ ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. ലദിക്റ ലിമൻ കാന ലഹു ഖൽബുൻ, ഒരു ദിക്ർ, ഒരു ഉത്ബോധനമുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്കാണോ ഖൽബുള്ളത് അവന്. ഔ അൽ ഖസ്സംഅ, അതുപോലെ തന്നെ കേൾവി ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവന്. വഹുവ ഷഹീദുൻ, ഷഹീദ് എന്ന് പറഞ്ഞാൽ അവിടെ ഖൽബിന്റെ മനസ്സാന്നിധ്യത്തോടുകൂടി ഖൽബ് സാക്ഷിയായിക്കൊണ്ട് കേൾക്കുന്നവന് എന്നുള്ളത്. ഈ ഒരു ആയത്തിനെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് നമ്മൾ വായിക്കുകയുണ്ടായിട്ടുണ്ട് പലപ്പോഴും സൂറത്ത് ഖാഫിന്റെ തഫ്സീറിന്റെ ഭാഗങ്ങളിൽ. കിതാബുൽ ഫവായിദിന്റെ തുടക്കം തന്നെ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് സൂറത്ത് ഖാഫിന്റെ തഫ്സീർ പറഞ്ഞിട്ടാണ്. തഫ്സീർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാഷാപരമായിട്ടുള്ള ശൈലിയിലും അതുപോലെ തന്നെ അതിന്റെ ഫവായിദുകൾ എഴുതിയിട്ടാണ് ആരംഭിക്കുന്നത് തന്നെ. അതിൽ ചില ഭാഗങ്ങൾ ചില ഘട്ടങ്ങളിൽ നമ്മൾ വായിക്കേണ്ടായിട്ടുണ്ട്. ഈ ഒരു ആയത്തിനെയാണ് ആ കിതാബുൽ ഫവായിദിൽ ഇബ്നുൽ ഖയ്യിം ആദ്യം വിശദീകരിക്കുന്നത്. ഈ ആയത്ത് പറഞ്ഞിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ആ ഭാഗം എന്തായാലും കേട്ടിരിക്കേണ്ട, അല്ലെങ്കിൽ ഈ ആയത്തിന്റെ ആശയത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ എന്തായാലും കേട്ടിരിക്കേണ്ട ഒരു ഭാഗമാണത്. അതുകൊണ്ട് അതിലെ ഒന്ന് രണ്ട് ഭാഷാപരമായിട്ടുള്ള മസല പറയുന്നത് ഒഴിച്ച് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുകയാണ്. ഇത് അറബ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ആയത്തിനെ പറ്റി പരാമർശിക്കുന്ന അല്ലെങ്കിൽ സൂറത്തുൽ ഖാഫിന്റെ തഫ്സീർ ആരംഭിക്കുമ്പോൾ കിതാബുൽ ഫവായിദിൽ പറയുന്ന കാര്യങ്ങൾ പറയാം. തീർച്ചയായിട്ടും ആയത്തിന്റെ വലിയൊരു ആശയം അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. إذا أردت الانتفاع بالقرآن فاجمع قلبك عند تلاوته وسماعه. ഇബ്നുൽ ഖയ്യിം പറയാണ്, നിനക്ക് ഖുർആൻ കൊണ്ട് ഉപകാരമുണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ, ആ ഖുർആൻ കേൾക്കുമ്പോഴും അത് പാരായണം ചെയ്യുമ്പോഴും നിന്റെ ഖൽബിനെ നീ ഒരുമിപ്പിക്കുക. വൽഖി സമഅക്, നിന്റെ കാത് കൂർപ്പിച്ചിരിക്കുക. വഹ്ദുർ ഹുദൂറ മൻ യുഖാതിബുഹു ബിഹി മൻ തകല്ലമ ബിഹി സുബ്ഹാനഹു മിൻഹു ഇലൈഹി. നീ കേൾക്കേണ്ടത് ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഖുർആൻ കൊണ്ട് നിന്നോട് സംസാരിക്കുന്നത് അള്ളാഹുവാണ് എന്ന നിലക്കാണ് നിന്റെ ഖൽബ് ശ്രദ്ധയോടുകൂടി അവിടെ ഉണ്ടാവേണ്ടത്. അള്ളാഹുവാണ് നിന്നോട് പറയുന്നത്, അള്ളാഹു നിന്നോട് നേരിട്ട് പറയുന്ന പോലെയാണ് ആ ഖുർആനിന്റെ ആയത്തുകൾ നീ കേൾക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ഫഇന്നഹു ഖിതാബുൻ മിൻഹു ലക അലാ ലിസാനി റസൂലിഹി, കാരണം ഖുർആൻ എന്നുള്ളത് റസൂലിന്റെ നാവ് കൊണ്ട് നിന്നോടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ്. റസൂലിന്റെ നാവ് കൊണ്ട് നിന്നോടുള്ള അള്ളാഹുവിന്റെ സംസാരമാണ്. അഥവാ അള്ളാഹു തആലക്ക് നിന്നോട് പറയാനുള്ള കാര്യങ്ങൾ റസൂലിലൂടെ പറഞ്ഞതാണെന്ത് ഖുർആൻ എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെ കേൾക്കണം. ഖാല തആല, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം ഈ ആയത്ത് കൊടുക്കുകയാണ്, ഇന്ന ഫീ ദാലിക ലദിക്റാ ലിമൻ കാന ലഹു ഖൽബുൻ ഔ അൽഖസ്സമഅ വഹുവ ഷഹീദ് എന്നുള്ള ഈ ആയത്ത് 37ാമത്തെ ആയത്ത് കൊടുത്തിട്ട് പറയാണ്, വദാലിക ഈ ആയത്തിൽ പറഞ്ഞതുപോലെ അന്ന തമാമ തഅസീർ ലമ്മാ കാന മൗഖൂഫൻ അലാ മുഅസ്സിരിൻ മുഖ്തലിൻ, ഒരു സ്വാധീനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുള്ള സ്വാധീനം അത് ലഭിക്കണം എന്നുണ്ട് എങ്കിൽ ആരുടെ മേലെയാണോ ആ സ്വാധീനം ലഭിക്കുന്നത് അവന്റെ ചില ഉദ്ദേശങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അഥവാ ഇപ്പോ ഒരു ഖുർആൻ കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ ഒരു സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ സംസാരിക്കുന്നു, അത് കേൾക്കുന്ന ആൾക്ക് അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ ആ കേൾക്കുന്ന ആൾ അതിന് ചില കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനവൻ യോഗ്യനായിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വമഹല്ലിൻ ഖാബിലിൻ, അവൻ അത് സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കണം. വശർത്തിൽ ലിഹുസൂലിൽ അസർ, അതിന്റെ അനന്തരഫലം ലഭിക്കാനുള്ള നിബന്ധനകൾ അവനിൽ പാലിച്ചിരിക്കണം. അതായത് അതിന്റെ എന്തെങ്കിലും ഗുണം അവന് കിട്ടണമെങ്കിൽ അവന് ചില നിബന്ധനകൾ പാലിച്ചിരിക്കണം. വൻതിഫാഇൽ മാനിഇ അല്ലദീ യംനഉ മിൻഹു, അവനിൽ നിന്ന് അത് തടയുന്ന കാര്യങ്ങൾ ഉണ്ടാകാനും പാടില്ല. അതായത് ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം പറയാണ്, ഇപ്പൊ ഖുർആൻ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവണമെങ്കിൽ അത് സ്വീകരിക്കാൻ ആവശ്യമായിട്ടുള്ള അവസ്ഥ അത് കേൾക്കുന്ന ആൾക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ അതിന്റെ ആ സ്വാധീനം ലഭിക്കാനുള്ള നിബന്ധനകൾ അവനിൽ ഉണ്ടായിരിക്കണം. അതിന്റെ ഉപകാരം അല്ലെങ്കിൽ അത് സ്വാധീനപ്പെടുത്തുന്നത് തടസ്സമാകുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകുകയും വേണം. തളമ്മനത്തിൽ ആയത്ത് ബയാന ദാലിക കുല്ലിഹി ബിഔജിദി ലഫ്ദിൻ വബിയനിഹി വഅദല്ലിഹി അലൽ മുറാദ് എന്ന് മുത്തൈ പറയാൻ, ഈ ഒരു ആയത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഖുർആൻ ഉപകാരപ്പെടുന്ന ആൾക്ക് ഉണ്ടാകേണ്ടത് എന്നത് ഏറ്റവും ചുരുങ്ങിയ നിലക്ക് വിശദമായി തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആയത്തിനെ മുറിച്ചിട്ട് ഇബ്നുൽ ഖയ്യിം ഓരോന്നിനെ വിശദീകരിക്കുകയാണ്. ഫഖൗലുഹു,
فقوله إن في ذلك لذكرى إن في ذلك لذكرى എന്നുള്ളത് إشارة إلى ما تقدم من أول السورة إلى ها هنا وهذا هو المؤثر ഇവിടെ പറയാണ് ഇവിടെ إن في ذلك لذكرى ഇതിൽ ഒരു ഉത്ബോധനമുണ്ട് എന്ന് പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ഈ സൂറത്തിന് ഇതിനു മുമ്പ് പറഞ്ഞ അത് 36 ആയത്തുകൾ പറഞ്ഞല്ലോ ആ ആയത്തുകളെ കൊണ്ടെല്ലാം ഉദ്ദേശിച്ചിട്ടാണ് അതാണ് സ്വാധീനം ചെലുത്തുന്ന കാര്യം വഖൗലുഹു ലിമൻ കാന ലഹു ഖൽബുൻ ഖൽബുള്ളവൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫഹാദാ ഹുവൽ മഹല്ലുൽ ഖാബിൽ അതാണ് സ്വീകരിക്കാനുള്ള സ്ഥലം അഥവാ ഖുർആൻ കേൾക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കേണ്ട സ്ഥാനം എന്താണ് ഖൽബാണ് വൽ മുറാദു ബിൽ ഖൽബുൽ ഹയ്യുൽ ലദി യഅഖിലു അനില്ലാഹ് ഇവിടെ ഖൽബ് കൊണ്ട് ഉദ്ദേശിച്ചത് ഖൽബുൽ ഹയ്യാണ് ഖൽബിനെ ഉലമാക്കൾ പ്രധാനമായും 3 ഇനമായിട്ടും ചിലർ 4 ഇനമായിട്ടും തിരിച്ചിട്ടുണ്ട് ഒന്ന് ഹയ്യായിട്ടുള്ള സഹീഹായിട്ടുള്ള സലീമായിട്ടുള്ള ഖൽബ് 2 മരിയവായിട്ടുള്ള ഖൽബ് ഷഹ്വത്തുകളും ശുബ്ഹത്തുകളും എല്ലാം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന നിലക്കുള്ളത് 3 മയ്യിത്തായ ഖൽബ് കാഫിറിന്റെ ഖൽബ് ഈ 3 നിലക്ക് ചില പണ്ഡിതന്മാർ ഈ മരിയവായ ഖൽബിനെ തന്നെ 2 ആക്കിയിട്ട് ഖൽബ് നാഖിസ് തലതിരിഞ്ഞു പോയ ഖൽബ് മുനാഫിഖുകളുടെ ഖൽബ് തലതിരിഞ്ഞു പോയത് എന്ന നിലക്കൂടി പറയാറുണ്ട് ചിലർ മരിയവിന്റെ അകത്ത് തന്നെ ഉൾപ്പെടുത്താറുമുണ്ട് ഈ 4 നിലക്കാണ് ഖൽബിനെ പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുള്ളത് ഇബ്നു ഖയ്യിം ഇഗാസത്തുൽ ലഹ്ഫാനിൽ ഓരോ ഖൽബിന്റെ ഇനങ്ങളെയും വിശദീകരിച്ച് പറയുന്നത് കാണാം അപ്പോൾ ഇവിടെ ഖൽബ് കൊണ്ട് ഉദ്ദേശിച്ച ഖൽബുൽ ഹയ്യ് ഈമാനിന്റെ പ്രകാശം അന്വേഷിക്കുന്ന തേടുന്ന അല്ലെങ്കിൽ ആ നിലക്കുള്ള ഖൽബിനെ ഖൽബുൽ ഹയ്യ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് كما قال تعالى الله تعالى പറഞ്ഞതുപോലെ സൂറത്ത് യാസീനിൽ 69-70 ഇൻ ഹുവ ഇല്ലാ ദിക്റുൻ വഖുർആനും മുബീൻ ലിയുൻദിറ മൻ കാന ഹയ്യൻ ഈ ഖുർആൻ താക്കീതായി കൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത് ജീവനുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളത് അഥവാ ഖൽബ് ജീവനുള്ളവർക്കായി ഹയ്യൽ ഖൽബി ഇബ്നു ഖയ്യിം പറയാണ് അപ്പോൾ ഖൽബ് എന്ന് ഉദ്ദേശിച്ചത് ഖൽബുൽ ഹയ്യാണ് വഖൗലുഹു ഔ അൽഖസ് സമഅ അതുപോലെ തന്നെ ശ്രദ്ധിച്ചു കേൾക്കുക കേൾവി കൂർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഐ വജ്ജഹ സമഅഹു വഅസ്ഗാ ഹാസത സമഇഹി ഇലാ മാ യുഖാലു ലഹു അവന്റെ കേൾവി വളരെ ശ്രദ്ധിക്കുക എന്താണോ പറയപ്പെടുന്നത് അതിലേക്ക് കൂർപ്പിച്ചിരിക്കുക വഹാദാ ശർതു തഅസ്സുർ ബിൽ കലാം ഒരാളുടെ സംസാരം അഥവാ ഖുർആൻ ഒരാളിൽ സ്വാധീനം ചെലുത്തണമെങ്കിൽ ഇത് നിബന്ധനയാണ് ശ്രദ്ധിച്ചു കേട്ടിരിക്കണം സമഅ പോരാ ഇസ്തിമാഅ തന്നെ ഉണ്ടാകണം സമഅ എന്ന് പറഞ്ഞാൽ കേവല കേൾവി നമ്മൾ എന്താ കേൾവി കണ്ണാണെങ്കിൽ അടക്കാം ചെവി അടക്കാൻ പറ്റില്ലല്ലോ നമ്മൾ കേൾക്കുമല്ലോ ഇസ്തിമാ എന്ന് പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് അതുണ്ടാകണം വഖൗലുഹു വഹുവ ഷഹീദുൻ ഇവിടെ വഹുവ ഷഹീദ് എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ഐ ഷാഹിദുൽ ഖൽബി ഹാദിറുൻ ഗൈറു ഗായിബിൻ ശ്രദ്ധിച്ച് കേൾവി മാത്രം പോരാ കേട്ടാ മാത്രം പോരാ ഖൽബ് ഹയ്യായ മാത്രം പോരാ ആ കേൾക്കുന്ന കാര്യങ്ങൾ ഖൽബിൽ സാക്ഷിയായിക്കൊണ്ട് മനസ്സാന്നിധ്യത്തോടു കൂടി കേൾക്കണം എന്താണ് ഞാൻ കേൾക്കുന്നത് എന്നുള്ള ബോധം ഖൽബിൽ ഉണ്ടായിരിക്കണം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നിട്ട് ഇബ്നു ഖയ്യിം കൊടുക്കുകയാണ് ഖാല ഇബ്നു ഖുതൈബ റഹിമഹുല്ലാ തഫ്സീർ ഗരീബിൽ ഖുർആനിൽ കാണാം ഈ ഷാഹിദ് ഷഹീദ് എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് ഇസ്തമഅ കിതാബല്ലാഹ് അവൻ അല്ലാഹുവിന്റെ കിതാബ് കേൾക്കുന്നു വഹുവ ഷാഹിദുൽ ഖൽബി വൽ ഫഹം ഖൽബ് മനസ്സാന്നിധ്യത്തോടു കൂടി മനസ്സിലാക്കുന്ന രീതിയിൽ ലൈസ ബിഗാഫിലിൻ വലാ സാഹിൻ അശ്രദ്ധമായിട്ടല്ല വഹുവ ഇശാറത്തുൻ ഇലൽ മാനിഅ മിൻ ഹുസൂലി തഅസീർ ഇവിടെ പറയുന്നത് ഈ ഖുർആന്റെ സ്വാധീനം ഉണ്ടല്ലോ ആ സ്വാധീനം കിട്ടാൻ ഇല്ലാതെ മാനിയാവുന്ന അല്ലെങ്കിൽ ആ സ്വാധീനം ലഭിക്കാൻ തടസ്സമാകുന്ന കാര്യം എന്താണോ അതിനെ പറ്റിയാ പറയുന്നത് എന്താ തടസ്സം ഖൽബ് അശ്രദ്ധമാകുക എന്നുള്ളത് തടസ്സമാണ് ഷർത്ത് എന്താ പറഞ്ഞത് അവൻ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് ഷർത്താണ് ഖൽബ് അശ്രദ്ധമാകുക എന്നുള്ളത് തടയപ്പെടുന്ന കാര്യമാണ് وهو سهو القلب وغيبته عن تعقل ما يقال له والنظر فيه وتأمله അഥവാ ഈ ഖുർആൻ കൊണ്ട് അവൻ കേൾക്കുന്ന മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അത് അശ്രദ്ധമായി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് അപ്പൊ ഇതാണ് ഈ ആയത്തിന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ച് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നത് എന്നിട്ട് പറയാണ് ഫൈദാ ഹസല അൽ മുഅസ്സിർ വഹുവ അൽ ഖുർആൻ ഈ ഖുർആനിനെ അത് ഒരുത്തിന് ലഭിക്കുകയാണ് വൽ മഹല്ലുൽ ഖാബിൽ വഹുവ അൽ ഖൽബുൽ ഹയ്യ് ആ കേൾക്കുന്നവന്റെ ഖൽബുൽ ഹയ്യാണ് ഖൽബുൽ ഹയ്യ് ഒന്നെങ്കിൽ ഈമാൻ നിറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഈമാൻ തേടുന്ന അല്ലെങ്കിൽ ആ നിലക്കുള്ള ഖൽബ് വവുജിദ ശർതു വഹുവൽ ഇസ്ഗാ ഷർത്ത് അവിടെ ഉണ്ടാവും ഷർത്ത് എന്താണ് ഇസ്ഗാ അഥവാ ഇസ്തിമാ ശ്രദ്ധിച്ചു കേൾക്കുകയാണ് وانتفى المانع وهو اشتغال القلب وذهوله عن معنى الخطاب وانصرافه عنه الى شيء اخر അവിടെ മാനിഅ ഈ അനന്ത സ്വാധീനം ഉണ്ടാവുമല്ലോ ആ സ്വാധീനത്തിന് തടസ്സമാകുന്ന കാര്യം എന്താണ് ഖൽബ് അശ്രദ്ധമാവുക എന്നുള്ളത് അത് ഒഴിവാവുകയും ചെയ്യാണ്
ഹസൽ അസ്ർ വഹുവൽ ഇന്തിഫാഉ വതദക്കുർ. അങ്ങനെയാണ് എങ്കിൽ അവന് ഈ ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവും. ഒന്നുകൂടി എളുപ്പത്തിൽ മനസ്സിലാവാൻ ഒന്നുകൂടി പറയാം. അതായത് ഈ ഖുർആൻ കൊണ്ട് ആർക്കെങ്കിലും ഉപകാരം ഉണ്ടാവണം എന്നുണ്ട് എങ്കിൽ ഒന്ന് അവന് ഹയ്യായിട്ടൊരു ഖൽബ് ഉണ്ടായിരിക്കണം. രണ്ട്, അത് ഉപകാരം ലഭിക്കാനുള്ള ഷർത്തായിട്ടുള്ള ഇസ്ഗാ, ശ്രദ്ധയോടുകൂടി കേൾക്കണം. മൂന്ന്, ആ ഉപകാരം ലഭിക്കാൻ തടസ്സമാകുന്ന കാര്യമാണ് അശ്രദ്ധ, ഖൽബ് ശ്രദ്ധയില്ലാതാവുക എന്നുള്ളത്. അശ്രദ്ധമായിരിക്കുക, അതുണ്ടാകാൻ പാടില്ല, അത് ഒഴിവായി കിട്ടണം. അത് എന്നാലേ അതിന്റെ സ്വാധീനം ഒരാൾക്ക് ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത്. പിന്നെ ഭാഷാപരമായിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പിന്നെ ആ രീതിയിൽ പറയുന്നുണ്ട്. പിന്നെ അതിലേക്ക് കൂടുതൽ ചർച്ച പോകുന്നില്ല. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ. فإن من الناس من يكون حي القلب. ഇബ്നുൽ ഖയ്യിം പറയാണ്, ജനങ്ങളിൽ ചില ആളുകൾ അവർ ഹയ്യുൽ ഖൽബുള്ളവരായിരിക്കും, നല്ല ചിന്തിക്കാൻ ശേഷിയുള്ള ജീവസുറ്റ ഖൽബുള്ളവരായിരിക്കും. വാഇയഹു താമൽ ഫിത്ര, ഫിത്രത്ത് പരിപൂർണമായിട്ടുള്ള വേറെ കുഴപ്പങ്ങളൊന്നും ബാധിക്കാത്ത നല്ല ഉഷാറായ ഖൽബുള്ള ആളുകളായിരിക്കും. ഫൈദാ ഫക്കറ ബിഖൽബിഹി വജാല ബിഫിക്രിഹി, അവനവന്റെ ഖൽബ് കൊണ്ട് അവൻ ചിന്തിച്ചു കഴിഞ്ഞാൽ അവന് കാര്യങ്ങളുടെ ആഴത്തിലേക്ക് മുഴുകി ചിന്തിക്കാനുള്ള ശേഷി അവനുണ്ടാകും. ദല്ലഹു ഖൽബുഹു വഅഖ്ലുഹു അലാ സിഹ്ഹത്തിൽ ഖുർആൻ, അങ്ങനെയുള്ള ഒരുവൻ ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ അവന്റെ ഖൽബ് കൊണ്ടും അവന് മനസ്സിലാകുന്നതുകൊണ്ടും ഈ ഖുർആൻ സത്യമാണ്, ശരിയാണെന്ന് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ഖൽബുള്ള ആളുകൾ ഉണ്ടാകും. വന്നഹുൽ ഹഖ്, ഇത് ഹക്കാണെന്ന് മനസ്സിലാകുന്ന. വശഹിദ ഖൽബുഹു ബിമാ അഖ്ബറ ബിഹിൽ ഖുർആൻ, അങ്ങനെയുള്ളവർ അത് കേൾക്കുമ്പോൾ ആ ഖുർആൻ ശരിയാണ് എന്നുള്ളത് ഖൽബ് കൊണ്ട് സത്യപ്പെടുത്തുന്ന ആളുകൾ ഉണ്ടാവും. ഫകാന വുറൂദുൽ ഖുർആനി അലാ ഖൽബിഹി നൂറൻ അലാ നൂരിൽ ഫിത്ര, അത് അവരുടെ ഫിത്രത്തിയായിട്ടുള്ള ശേഷിക്ക് പ്രകാശത്തിന് മേൽ പ്രകാശമാകും. അതായത് ചില ആളുകൾക്ക് അവരുടെ ഖൽബിൽ ഫിത്രത്തിയായിട്ട് തന്നെ നല്ല ശേഷിയുള്ള ഖൽബായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖുർആൻ കേൾക്കുമ്പോൾ തന്നെ ആ ഖുർആൻ സത്യമാണ് എന്നും അത് ശരിയാണ് എന്നും ബോധ്യപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. ഇബ്നുൽ ഖയ്യിം മിഫ്താഹ് ദാരിസ് സആദയിൽ ഒരു ഉപമ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഖുർആൻ ഏതെങ്കിലും ഒരു വിജനമായ ഒരു പ്രദേശത്ത് വീണ് കിടക്കുന്ന കിതാബായി കിട്ടിയായിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഖുർആനായിട്ട് ഇങ്ങനെ 23 വർഷം കൊണ്ട് ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല, ഏതെങ്കിലും വിജനമായ ഒരു പ്രദേശത്ത് വീണ് കിടക്കുന്ന ഒരു കിതാബായി കിട്ടിയിട്ട് ഫിത്രത്ത് ശരിയായിട്ടുള്ള ഒരാൾ ആ കിതാബ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവൻ പറയും ഇത് മനുഷ്യൻ എഴുതിയതല്ല. അത്രയും അത്ഭുതമുള്ളതാണ് ഖുർആൻ. അപ്പോൾ ഫിത്രത്തിയായിട്ട് ശേഷിയുള്ള നല്ല ഖൽബുള്ള ഒരാൾക്ക് ഖുർആനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ തന്നെ അവൻ എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? ഇത് സത്യമാണ്, ഇത് ഹക്കാണെന്ന് ബോധ്യപ്പെടും. എന്നിട്ട് നൂറിൻ അലാ നൂർ എന്നുള്ള ആയത്തൊക്കെ അതിന് തെളിവായിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പറയുകയാണ്, വഖദ് ദക്കർന, അദ്ദേഹം മറ്റൊരു കിതാബിൽ അതിനെ കൂടുതലായി വിശദീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിന് ശേഷം അദ്ദേഹം പറയുന്നു, വമിനൻ നാസി മൻ ലാ യകൂനു താമൽ ഇസ്തിഅദാദ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അഥവാ ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ, വലിയ ആളുകൾക്കും പരിപൂർണമായ ഹയ്യായിട്ടുള്ള ഖൽബ് ഉണ്ടാവില്ല, കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കാനുള്ള ശേഷിയുള്ള ആളുകൾ ഉണ്ടാവില്ല. വാഇയൽ ഖൽബിന് വലിയ ബുദ്ധി ഉണ്ടാവില്ല. കാമിലൽ ഹയാത്ത്, ഖൽബിന് പരിപൂർണമായ ജീവൻ ഉണ്ടാവില്ല. പല കുഴപ്പങ്ങളുണ്ടാവും, പല പ്രശ്നങ്ങളുണ്ടാവും, അങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും. ഫയഹ്താജു ഇലാ ഷാഹിദിൻ യുമയ്യിസു ലഹു ബൈനൽ ഹഖ് വൽ ബാത്തിൽ. അങ്ങനെയുള്ള ആളുകളായിരിക്കും ബഹുഭൂരിഭാഗം ആളുകളും. അധിക ആളുകൾക്കും ഖുർആൻ നേരിട്ട് കേട്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാവില്ല. ഖൽബിന്റെ ഹയാത്തിന് കുഴപ്പമുള്ള ആളുകൾ ഉണ്ടാവും. ഭൂരിഭാഗം ആളുകൾ അങ്ങനെയായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹക്കും ബാത്തിലും വേർതിരിച്ചു കൊടുക്കാൻ ഒരു ഷാഹിദ്, വേറൊരാൾ ആവശ്യം വരും. വലം തബ്ലുഗ് ഹയാത്തു ഖൽബിഹി വനൂറുഹു വസകാഉ ഫിത്രതിഹി മബ്ലഗ സാഹിബിൽ ഖൽബിൽ ഹയ്യിൽ വാഇ. കാരണം എന്താണ്? ഈ ആളുകളുടെ ഖൽബ് നമ്മൾ നേരത്തെ പറഞ്ഞ ആളുകളെ പോലെ പരിപൂർണമായ ജീവനുള്ള ഒരു അവസ്ഥയിൽ, ജീവസുറ്റ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാകില്ല. ഫതരീഖു ഹുസൂലി ഹിദായത്തിഹി, അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്ക് പിന്നെ ഹിദായത്ത് ലഭിക്കണം. അല്ലെങ്കിൽ ആദ്യം പറഞ്ഞ ഖൽബ് ജീവസുറ്റ ആളുകൾ ഹിദായത്ത് ലഭിക്കാനുള്ള മാർഗം അയ്ഫരിഗ സമഹു ലിൽ കലാം, ഖുർആൻ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. വഖൽബഹു ലിതഅമ്മുലിഹി വതഫക്കുരി ഫീഹി വതഅഖ്ലി മആനി ഫയഅലമു ഹീനഇദിൻ അന്നഹുൽ ഹഖ്. അവൻ ശ്രദ്ധിച്ച് കേൾക്കുക, ആലോചിക്കുക, മനസ്സിലാക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഖുർആൻ സത്യമാണെന്ന് മനസ്സിലാകും. എന്നിട്ട് പറയാണ് ഇബ്നുൽ ഖയ്യിം, ഫൽ അവ്വലു ഹാലു മൻ റആ ബിഐനൈഹി മാ ദുഇയ ഇലാ വഖിബറ ബിഹി. ആദ്യം പറഞ്ഞ ആൾ പറഞ്ഞ ഹയ്യായിട്ടുള്ള ഖൽബുള്ള ആള്, ആ ആളെ സംബന്ധിച്ചത് അയാൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഖുർആനിൽ അറിയിക്കുന്ന കാര്യങ്ങൾ, ഖുർആനിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് അവന്റെ കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ആയിരിക്കും അവൻ പാരായണം ചെയ്യുക. അഥവാ അങ്ങനെയുള്ള ആളുകൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ പരലോകത്ത് കാര്യമാവട്ടെ എന്ത് കാര്യമാവട്ടെ അത് കണ്ണുകൊണ്ട് കാണുന്ന പോലെ ആയിരിക്കും അവൻ പാരായണം ചെയ്യുക. വസാനി, രണ്ടാമത്തെ ആള് ഹാലുമൻ അലിമ സിദ്ഖൽ മുഖ്ബിരി വതയഖനഹു. രണ്ടാമത്തെ ആളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കാര്യം അറിയിച്ചതാരാണോ ആ അറിയിച്ച ആളുടെ സത്യസന്ധത വിശ്വസിച്ചിട്ടായിരിക്കും. ഒന്നുകൂടി എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, ഒന്നാമത്തെ ആള് ഖുർആനിന്റെ ആയത്തുകൾ കൊണ്ട് തന്നെ അവൻ എന്താകും, അവൻ ഈമാൻ വർദ്ധിക്കുന്ന ബോധ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. രണ്ടാമത്തെ കൂട്ട ആളുകൾക്ക് ഖുർആൻ വിശ്വസിക്കാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഖുർആൻ ആരാണോ അറിയിച്ചത് ആ അറിയിച്ച ആളുടെ സത്യസന്ധതയുടെ മേലായിരിക്കും. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചിന്തിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യസന്ധനാണ്, ഇതിൽ സംശയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ഖ് സംശയമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അറിയുന്നത് മുഖേന അവൻ എന്തായിരിക്കും, ഇനി ഖുർആനിൽ എന്ത് പറഞ്ഞാലും എന്താണ്, അത് സംശയമില്ല, അത് സത്യമാണ് എന്ന നിലക്ക് വിശ്വസിക്കുന്ന ആളായിരിക്കും. ഒന്നാമത്തെ ആൾക്ക് ഖുർആന്റെ ആയത്തുകളിൽ തന്നെ ലഭിക്കുന്നത്, രണ്ടാമത്തെ ആൾ വിശ്വാസം നിൽക്കുന്നത് ആരാണോ അറിയിച്ചത് ആ അറിയിച്ച ആളുടെ മേലെയുള്ള വിശ്വാസത്തിന്റെ മേലെയായിരിക്കും. വഖാല യക്ഫീനി ഖബറുഹു, അയാൾ രണ്ടാമത്തെ ആൾ പറയും അവൻ പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല, അവൻ പറഞ്ഞാണെങ്കിൽ കുഴപ്പമില്ല, ആ നിലക്കുള്ള ആളായിരിക്കും. ഫഹുവ ഫീ മഖാമിൽ ഈമാൻ, ഈ ആളുകൾ അഥവാ അതിന്റെ മേലെ മാത്രം ഖുർആനിലുള്ളത് വിശ്വസിക്കുന്ന ആളുകൾ എന്താണ്, ഈമാനിന്റെ സ്ഥാനത്താണ്. വൽ അവ്വലു ഫീ മഖാമിൽ ഇഹ്സാൻ, ഒന്നാമത്തെ ആളുകൾ അഥവാ ഖുർആൻ വളരെ ശ്രദ്ധയോടുകൂടി കണ്ണുകൊണ്ട് കാണുന്നത് പോലെ ഖുർആനിന്റെ അറിയിപ്പുകളെ നോക്കിക്കണ്ട് പാരായണം ചെയ്യുന്ന ആളുകൾ ഇഹ്സാനിന്റെ ദറജയിലാണ് എന്ന്. അഥവാ ഒരാൾ ദീനിൽ വ്യത്യസ്ത ദർജകളിലായിരിക്കും. അതിൽ മുസ്ലിമിന്റെ ഉണ്ട്, മുഅ്മിനിന്റെ ഉണ്ട്, മുഹ്സിന്റെ ഉണ്ട്. അതിൽ ഇഹ്സാന്റെ ദർജയിലായിരിക്കും ഒന്നാമത് പറഞ്ഞ ആളുകൾ. هذا قد وصل الى علم اليقين وترقى قلبه منه الى منزله عين اليقين. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഇൽമുൽ യഖീനിന്റെ മൻസിലത്തിൽ നിന്ന് ഐനുൽ യഖീനിന്റെ മൻസിലത്തിലേക്ക് എത്തിയതുകൊണ്ട്. ഇൽമുൽ യഖീനിന്റെ മൻസിലത്ത് പറഞ്ഞ ഒരു കാര്യം ആരെങ്കിലും നമ്മളോട് പറഞ്ഞു, ഉദാഹരണം പറഞ്ഞ സാധാരണ ഉലമാക്കൾ പറയാനുള്ളത് തീയ്, അവിടെ തീയുണ്ട്, തീ ഇങ്ങനെ തീനാളുണ്ടാവും, തൊട്ടാ പൊള്ളും, അതിന് പുകയുണ്ടാവും എന്നൊക്കെ പറഞ്ഞു വെക്കുകയാണ്. ഒരാൾ പറയാണ്, അപ്പൊ നമുക്ക് വിശ്വാസമുള്ള ഒരാളാണ് നമ്മളോട് പറയുന്നത്. അപ്പൊ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് കിട്ടിയ അറിവിലൊരു വിശ്വാസം ഉണ്ടാവും, ദൃഢത ഉണ്ടാകും. ഞാൻ അവിടെ കണ്ടിട്ടുണ്ട് തീ എന്നൊക്കെ പറയുമ്പോൾ ദൃഢത ഉണ്ടാകും. അതാണ് ഇൽമുൽ യഖീൻ. അതാണ് പിന്നെ രണ്ടാമത്തെ ആളുടെ ദർജ പറഞ്ഞാൽ. എന്നാൽ നേരിട്ട് ഒരാൾ ദൂരെ തീ ഇങ്ങനെ ആള് കത്തുന്നത് കാണാൻ, പുക വരുന്നത് കാണുന്നുണ്ട്, അതിന്റെ ചുറ്റുള്ളതിനൊക്കെ കരിച്ചു കളയുന്നത് കാണുന്നുണ്ട്. അപ്പൊ എന്തായി, നേരിട്ട് കണ്ടു. അതാണ് ഐനുൽ യഖീൻ. അപ്പൊ അതാണ് ആദ്യം ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾ, ഈ ശ്രദ്ധയോടുകൂടി ഖൽബ് ഹാളിറായിട്ട് പാരായണം ചെയ്യുന്ന ആളുകളെ, ഫിത്രത്ത് നന്നായിട്ടുള്ള ആളുകൾ, ഖൽബ് ഹയ്യായിട്ടുള്ള ആളുകൾ, അവരുടെ അവസ്ഥ എന്ന് പറയുന്നത്. وذاك معه التصديق الجازم الذي خرج به من الكفر ودخل به في الإسلام. കാരണം അവനാ ഇഹ്സാന്റെ ദർജയിൽ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപൂർണമായിട്ടുള്ള അത്രയും ദൃഢമായ നിലക്ക് ഖുർആനിലുള്ള കാര്യങ്ങൾ സത്യപ്പെടുത്തുന്ന അവസ്ഥയായിരിക്കും അവനുണ്ടാവുക. ഫൈനുൽ യഖീൻ നൗആൻ, അത് അവസാനിപ്പിക്കുന്നത് ഈ ഒരു പാരഗ്രാഫ് പറഞ്ഞിട്ടാണ്. ഐനുൽ യഖീൻ തന്നെ രണ്ട് രീതിയിലുണ്ട്. കണ്ണുകൊണ്ട് കണ്ണ് ബോധ്യപ്പെടുക എന്ന് പറഞ്ഞല്ലോ. നമ്മൾ ഖുർആനിൽ സ്വർഗവും നരകമൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഐനുൽ യഖീൻ രണ്ട് തരത്തിലുണ്ട്. നൗഉൻ ഫി ദുനിയ വനൗഉൻ ഫിൽ ആഖിറ. ദുനിയാവിലുള്ള ഒന്നുണ്ട്, പരലോകത്തുള്ള ഒന്നുണ്ട്. അഥവാ സ്വർഗത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഐനുൽ യഖീൻ ലഭിക്കുക ദുനിയാവിലൊന്നുണ്ട്, സ്വർഗത്തിൽ വേറൊന്നുണ്ട്. ഫൽഹാസിലു ഫി ദുനിയ നിസ്ബത്തുഹു ഇലൽ ഖൽബ്. ദുനിയാവിലെ ഐനുൽ യഖീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽബുമായി ബന്ധപ്പെട്ടതാണ്. കനിസ്ബത്തി ഷാഹിദി ഇലൽ ഐൻ, അഥവാ ഒരു കണ്ണുകൊണ്ട് സാക്ഷ്യം വഹിക്കുന്നത് പോലെ. വമാ ഉഖ്ബിറത് ബിഹി റുസുൽ മിനൽ ഗൈബി യുആയന ഫിൽ ആഖിറ ബിൽ അബ്സാരി വഫി ദുനിയ ബിൽ ബസായിർ. നബിമാർ റസൂലുകളെല്ലാം പരലോകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയിച്ചിട്ടുള്ളത് അവർ കണ്ടുബോധ്യപ്പെട്ട, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടുബോധ്യപ്പെട്ട് അറിയിച്ചിട്ടുള്ള ആ നിലക്കുള്ള കാര്യങ്ങളെ ദുനിയാവിലെ ഉൾക്കാഴ്ച കൊണ്ട് മനസ്സിലാക്കുന്നതാണ് ദുനിയാവിൽ വെച്ചുള്ള ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ. ഫഹു ഐനുൽ യഖീൻ ഫിൽ മർത്തബത്തൈൻ. ഇതാണ് ഐനുൽ യഖീന്റെ രണ്ട് മർത്തബകൾ. അതായത് ഐനുൽ യഖീൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടു ബോധ്യപ്പെടുന്നതിനാണ് പറയുക. പക്ഷേ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഐനുൽ യഖീൻ രണ്ട് തരത്തിലുണ്ട്. ദുനിയാവിലൊന്നുണ്ട്, പരലോകത്തൊന്നുണ്ട്. ദുനിയാവിലുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഖുർആനിൽ ഒരു കാര്യം പറയണം. ഖുർആനിൽ ഇപ്പോൾ സ്വർഗത്തിലെ ഭക്ഷണം, സ്വർഗത്തിലെ അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ നരകത്തിലെ ശിക്ഷ, അവനത് പാരായണം ചെയ്യുമ്പോൾ അവന്റെ കണ്ണുകൊണ്ട്, കൽബിന്റെ കണ്ണുകൊണ്ട് അവൻ കാണുന്നത് പോലെയായിരിക്കും. അവന്റെ കണ്ണുകൊണ്ട് നമ്മളൊരു കാര്യം കാണുന്നത് പോലെ കൽബ് കൊണ്ട് അവൻ കണ്ടുകൊണ്ട് പാരായണം ചെയ്യുന്ന അവസ്ഥ.
രണ്ടാമത്തേത് പരലോകത്തെ അതിന് നേരിട്ട് കാണുമ്പോഴുള്ള അവസ്ഥ. അപ്പോ ഇബ്നു ഖയ്യിം മൊത്തത്തിൽ പറഞ്ഞത് ഈ ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവണോ, ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. ഈ ആയത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഖുർആൻ കൊണ്ട് ഉപകാരം ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും, നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്, ദിവസവും 10 പേജ് പാരായണം ചെയ്യുന്നവരുണ്ട്, ഒരു ജുസ് പാരായണം ചെയ്യുന്നുണ്ട്, പക്ഷേ ഖുർആൻ എന്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നില്ല, എന്നിലൊരു സ്വാധീനം ഉണ്ടാക്കുന്നില്ല. നമ്മൾ മുൻഗാമികളുടെ ചരിത്രം കേൾക്കുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കി. ചില ആയത്തുകൾ കേട്ട് അവർ പൊട്ടിക്കരഞ്ഞു. സലഫുകൾ ചിലർ രാത്രി നിസ്കാരത്തിൽ ഒരു ആയത്ത് പാരായണം ചെയ്താൽ അവിടെ നിന്ന് കരഞ്ഞ് അത് തന്നെ വീണ്ടും വീണ്ടും രാവിലെ വരെ പാരായണം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഓതിക്കൊണ്ട് മാത്രം പ്രഭാതം വരെ രാത്രി നിസ്കരിച്ച സംഭവങ്ങൾ കാണാം. നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നത് ഏതോ ഒരു പുസ്തകം വായിക്കുന്ന പോലെ തീർന്നു പോകുന്നു. നമുക്ക് ഒരു സ്വാധീനവും നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കുന്നില്ല, ഒന്നൊരു മാറ്റം ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ നമുക്കതിൽ ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല എന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളിൽ കുറവുണ്ടാകും. ഒന്ന് ഖൽബുൻ ഹയ്യ്, മറ്റുള്ള വക്രതകളില്ലാത്ത, അസുഖം ബാധിക്കാത്ത, ന്യൂനതകളില്ലാത്ത ഒരു ഖൽബ് നമുക്കുണ്ടാവില്ല. രണ്ട് അൽ ഖസ്സം, നമ്മുടെ കേൾക്കുകയാണെങ്കിൽ ആ കേൾവി ശ്രദ്ധയോടുകൂടി ഉണ്ടാകില്ല. ഷഹീദ്, ഖൽബ് ഹാദിറായിട്ടുണ്ടാവില്ല. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ആ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. ഇത് കിതാബുൽ ഫവായിദിന്റെ ആരംഭത്തിൽ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞ ഈ ആയത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളാണ് നാം കൊടുത്തത്. നമ്മുടെ തഫ്സീറിൽ മുഹമ്മദ് നസീബ് റിഫായി റഹിമഹുല്ലാഹ് പറയുന്ന ഈ ആയത്തിനെ സംബന്ധിച്ച് പറയുന്നത്, ഇന്ന ഫീ ദാലിക ലദിക്റ, ഇതിൽ ദിക്റുണ്ട്. ദിക്ർ എന്ന് പറഞ്ഞാൽ ഇഅ്തിബാറുൻ വ തദക്കുറുൻ, ഗുണപാഠം ഉൾക്കൊള്ളേണ്ട ഓർമ്മപ്പെടുത്തലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ലിമൻ കാന ലഹു ഖൽബുൻ, ആർക്കാണോ ഖൽബുള്ളത്, ഐ ലുബ്ബുൻ വ അഖ്ലുൻ യഅയ ബിഹി, ബുദ്ധി, ചിന്തിക്കാനുള്ള ശേഷി, ആ കഴിവ് ആർക്കാണുള്ളത്, ആ ശേഷി ആർക്കാണുള്ളത്, അവന്. അവൽ ഖസ്സംഅ വഹുവ ഷഹീദുൻ, ചെവി കൂർപ്പിച്ച് സാക്ഷിയായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മനസാന്നിധ്യത്തോട് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഐസ്തമഅ വഹുവ ഷാഹിദുൻ ബിഖൽബിൻ ഹാദിരിൻ, ഹാദിറായ ഖൽബോടുകൂടി ശ്രദ്ധയോടുകൂടി കേൾക്കുന്നതിനാണ് അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അടുത്ത ആയത്ത് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. وَلَقَدْ خَلَقْنَا السَّمَاوَاتِ وَالْأَرْضَ وَمَا بَيْنَهُمَا فِي 6 أَيَّامٍ وَمَا مَسَّنَا مِنْ لُغُوبٍ وَلَقَدْ خَلَقْنَا السَّمَاوَاتِ وَالْأَرْضَ, അല്ലാഹു തആല പറയാണ്, നാം സൃഷ്ടിച്ചു ആകാശങ്ങളെയും ഭൂമിയെയും, വമാ ബൈനഹുമാ, അതിനകത്തുള്ളതിനെയും, ഫീ 6 അയ്യാം, 6 ദിവസങ്ങളിലായിക്കൊണ്ട്, വമാ മസ്സനാ മിൻ ലുഗൂബ്, നമ്മെ ഒരു ക്ഷീണം ബാധിച്ചിട്ടില്ല, ക്ഷീണമോ ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒന്നും തന്നെ നമുക്ക് ബാധിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇതിന്റെ ആശയം വളരെ എളുപ്പമാണ്. ധാരാളം ആയത്തുകൾ ഖുർആനിൽ വന്നിട്ടുള്ള, ഏകദേശം സൂറത്ത് ഹൂദിലെ 7-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഫുർഖാനിലെ 59-ാമത്തെ ആയത്ത്, സൂറത്ത് യൂനിസിലെ 3-ാമത്തെ ആയത്ത്, സൂറത്ത് സജ്ദയിലെ 4-ാമത്തെ ആയത്ത്, ഈ ആയത്തിലൊക്കെ ഒരേപോലെ വന്നിട്ടുള്ളതാണ് ഫീ 6 അയ്യാം, 6 ദിവസങ്ങളിലുണ്ട് ആകാശഭൂമികളെ സൃഷ്ടിച്ചു. അതിൽ വെള്ളിയാഴ്ച ദിവസം, അവസാന ദിവസം, അല്ലെങ്കിൽ സൃഷ്ടിപ്പ് ആരംഭിച്ചത് യൗമുൽ അഹദ്, ഞായറാഴ്ച ആരംഭിച്ച് വെള്ളിയാഴ്ചയിൽ അസറിന് ശേഷമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതെല്ലാം ഹദീസുകൾ വന്നിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചില ചർച്ചകളുണ്ട്. അത് അഖദീയായിട്ടുള്ള അഖീദ കിതാബുകൾ ചർച്ച ചെയ്യേണ്ട, ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളാണ്. അതിലേക്ക് ഇപ്പോൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് അത് തന്നെ വിശദീകരിക്കാൻ കുറച്ച് ദിവസങ്ങൾ ആവശ്യം വരും. ചുരുങ്ങിയ നിലക്ക് 6 ദിവസങ്ങളിലായിക്കൊണ്ട് ആകാശഭൂമികളെയും അതിനകത്തുള്ളതിനെയും എല്ലാം അല്ലാഹു തആല സൃഷ്ടിച്ചു. അവസാനം സൃഷ്ടിച്ച സൃഷ്ടി മനുഷ്യനെയാണ്. അത് വെള്ളിയാഴ്ച അസറിന് ശേഷമാണ് സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഹദീസുകളിലെല്ലാം വന്നിട്ടുള്ളത്. അതിനുശേഷം ഒരു സൃഷ്ടിയെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് വേറെ ചില കിതാബുകൾ പറഞ്ഞത് കാണാം, നിനക്ക് പാപം ചെയ്യാൻ തോന്നുമ്പോൾ നീ ഒന്ന് പുറത്തേക്ക് ഇറങ്ങുക, നിനക്ക് ചുറ്റുമുള്ള ആകാശഭൂമികളിലേക്ക് നോക്കുക, എന്നിട്ട് നീ നിന്നോട് പറയുക, നിനക്ക് വേണ്ടിയാണ് അള്ളാഹു ഇതെല്ലാം സൃഷ്ടിച്ചത്, എന്നിട്ട് നീ നിന്നെ സ്വയം നിന്ദിക്കുകയാണോ എന്ന്. അതായത് ഈ ലോകത്തുള്ള ഏത് കാര്യവും മനുഷ്യന് വേണ്ടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 3-4 കാര്യം കൊണ്ടുണ്ടാവുക. ഒന്നെങ്കിൽ ഒരു ഇബ്റത്ത്, അതുകൊണ്ടൊരു ഗുണപാഠമുണ്ടാവും. ഒരു സൃഷ്ടി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ അതുകൊണ്ടൊരു ഗുണപാഠമുണ്ടാവും. ഒരു ചെടിയാവട്ടെ, മൃഗമാവട്ടെ, മത്സ്യമാവട്ടെ, എന്ത് സാധനമാവട്ടെ അതുകൊണ്ട്. അതല്ലെങ്കിൽ നഫ്അ്, അതുകൊണ്ടൊരു ഉപകാരം ഉണ്ടാവും. ഭക്ഷിക്കാൻ ഭക്ഷണമായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഉപകാരം അതുകൊണ്ടുണ്ടാകും. 3-ാമത്തേത് ബലാ, അതുകൊണ്ടൊരു പരീക്ഷണമായിരിക്കും. ഇന്നത് കഴിക്കരുത്, ഇന്നത് കഴിക്കാം, ഇന്നത് അങ്ങനെ ആക്കണത് ഒഴിവാക്കണം, ഒരു പരീക്ഷണമായിരിക്കും.
ഈ മൂന്നാലൊരു നിലക്ക് മനുഷ്യന് വേണ്ടിയിട്ടാണ് ഈ ലോകത്തുള്ളതെല്ലാം അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പൊ അള്ളാഹു പറയാണ് 6 ദിവസങ്ങളിലായിക്കൊണ്ടാണ് ആകാശഭൂമികളെയും അതിനകത്തുള്ളതിനെയും അള്ളാഹു സൃഷ്ടിച്ചത്. ഫഖാലത്ത് യഹൂദ്, ജൂതന്മാർ പറഞ്ഞു, സുമ്മ സ്തറാഹ, ഈ 6 ദിവസം കഴിഞ്ഞപ്പോ 7ാമത്തെ ദിവസം അള്ളാഹു തആല വിശ്രമിച്ചു. യൗമുസ്സബ്ത് വിശ്രമത്തിന്റെ ദിവസമായിട്ട് അവർ പറയാം. ഫറദ്ദ തആല അലൈഹിം, അല്ലാഹു തആല അതിനുള്ള മറുപടി റദ്ദ് ചെയ്യുന്നത് ഇതിനോടൊപ്പം തന്നെ പറയുകയാണ്, വമാ മസ്സനാ മിൻ ലുഗൂബിൻ, നമ്മെ സ്പർശിച്ചിട്ടില്ല. അല്ലാഹു പറയാണ് വമാ മസ്സനാ, നമ്മെ സ്പർശിച്ചിട്ടില്ല, മിൻ ലുഗൂബ്, ലുഗൂബ് എന്ന് പറഞ്ഞാൽ തഅബ്, ക്ഷീണം നമുക്ക് ബാധിച്ചിട്ടില്ല. ഐ മിൻ തഅബിൻ വലാ ഇയാഇൻ, തഅബ് എന്ന് പറഞ്ഞാൽ ക്ഷീണം നമ്മെ ബാധിച്ചിട്ടില്ല. ഇയാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നട്ടം തിരിയുന്ന അവസ്ഥ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ആകപ്പാട് ബേജാറായി പോകുന്ന ഒരവസ്ഥ, അതും നമ്മൾക്ക് ഉണ്ടായിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. പുതുമതി. അപ്പോൾ ഇതിൽ 37ാമത്തെ ആയത്ത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ഈ ആയത്തിന്റെ തഫ്സീർ പഠിക്കുക എന്നുള്ളതിൽ മാത്രമല്ല, ഖുർആൻ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം വേണമെങ്കിൽ, അത് ഉപകരിക്കണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? അത് ശ്രദ്ധയോടുകൂടി കേട്ട് ഹാദിറായ കൽബോടുകൂടി, അത് വളരെ ഹയ്യായ കൽബോടുകൂടി. പല തരത്തിലുള്ള കൽബിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. അത് ബാധിച്ച് മുഴുകിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ഉപകരിക്കൂല. ഷഹ്വത്തുകളോ ശുബ്ഹത്തുകളോ അല്ലെങ്കിൽ ഹഖ്ദോ, പക, വിദ്വേഷം, ഹസദ്, അസൂയ, അങ്ങനെയുള്ള കൽബിന് ബാധിക്കുന്ന രോഗങ്ങളുണ്ട്. അതെല്ലാം ബാധിച്ച ഹയ്യായ കൽബാവില്ല, മരിയവായ കൽബാവും. അപ്പോൾ ഇങ്ങനെ ഖുർആൻ നമുക്ക് ഉപകാരം ഉണ്ടാക്കൂല. കൽബ് ഹയ്യായിരിക്കണം, സലീമായിരിക്കണം. അതിനുള്ള മാർഗങ്ങളുണ്ട്, ഖുർആനിലും ഹദീസിലും വന്നിട്ടുണ്ട്. അതായിരിക്കണം, കേൾക്കുന്ന ശ്രദ്ധയോടുകൂടി കേൾക്കണം. അത് ഖുർആൻ പഠിപ്പിക്കുന്ന ഏതൊരു കാര്യവും. മൂന്നാമത്തേത് കൽബ് ഹാദിറായിരിക്കണം. നമ്മൾ ഈ സദസ്സിലിരിക്കുന്നുണ്ട്, ഞാൻ പറയുന്നുണ്ട്, നിങ്ങൾ കേൾക്കുന്നുണ്ട്, എന്നാൽ പോലും പറയുന്ന എനിക്കും നിങ്ങളുടെ കേൾക്കുന്ന നിങ്ങൾക്കും കൽബ് ഹാദിറല്ലാതിരിക്കാം, കൽബിൽ വേറെ ചിന്തകളായിട്ടിരിക്കാം. അത് എല്ലാവരും അങ്ങനെയാണ്, അല്ലെങ്കിൽ പല രീതിയിലാകാം. അതല്ല കൽബ് ശ്രദ്ധയോടുകൂടി ഇരിക്കാനും സാധിക്കും. അപ്പോ ഖുർആൻ കൊണ്ട് ഉപകാരമാണോ? ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ആയത്താണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും പകർത്താനും തൗഫീഖ് നൽകട്ടെ. സുബ്ഹാനക്കല്ലാഹു വബിഹംദിക്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത, അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.